നാടിനെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഉച്ചയ്ക്ക് 1 മണിക്ക് അല്പസമയത്തിനകം ഉണ്ടാകും എന്നതാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കെയ്തൽ ജെൻസൺ രാജയാണ് കേസിലെ ഏകപ്രതി. മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയുമാണ് കേതൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഷഫീദ് റാവുത്തർ, ഇതിലിപ്പോൾ 2017 നടന്ന കൂട്ടക്കൊലയാണ്. അയാൾ മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അതെല്ലാം തെറ്റാണ് എന്ന് കണ്ടെത്തുകയും പക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ ഒരു കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എന്നൊക്കെയുള്ളത് പുറത്തു വന്നിട്ടുള്ളതുമാണ്. കൃത്യം 1 മണിക്ക് ശിക്ഷാവിധി അല്ലേ? അനുജ, ഇതിൽ 2 തവണ മാറ്റിവെച്ച കേസാണ് ഈ നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ വിധി എന്നുള്ളതാണ്. അത് ഇന്ന് രാവിലെ 11 മണിക്ക് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതി ഉച്ചയ്ക്ക് 1 മണിക്ക് പരിഗണിക്കാം എന്നുള്ളത് മാറ്റിവെക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഫോറൻസിക് തെളിവുകളടക്കമാണ് കോടതിയിൽ പ്രധാനമായും ഉയർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ടവരുടെ രക്തത്തിന്റെ അംശം കേതൽ ജെൻസൺ രാജയുടെ കുപ്പായങ്ങളിൽ നിന്ന്, അതായത് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ നിന്ന് കണ്ടെടുത്ത സംഭവം, അതേപോലെ കൊലപാതകത്തിൽ ഉപയോഗിച്ച സ്റ്റാൻലി സ്കാർപ്പിന്റെ സാക്സ് എന്ന മഴു, അതേപോലെ തന്നെ ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത സൂംബി ഗോ ബൂം എന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങൾ, അത് ഈ ആക്സ് കൊണ്ട്, മഴുകൊണ്ട് തലയ്ക്ക് പിന്നിൽ വെട്ടിക്കൊലപ്പെടുന്നതായിരുന്നു ആ ദൃശ്യങ്ങളുള്ളത്. അടക്കമുള്ള കാര്യങ്ങൾ വിചാരണഘട്ടത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, വളരെ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു കേരളത്തിന്. പ്രത്യേകിച്ച് 4 പേരെ, റിട്ടയർഡ് പ്രൊഫസർ രാജ തങ്കം, ഡോക്ടർ ജീൻ പത്മ, സഹോദരി കരോൾ, ബന്ധുവായിട്ടുള്ള ലളിത ജീൻ എന്നിവരെയായിരുന്നു കേതൽ ജെൻസൺ രാജ എന്ന യുവാവ് കൊലപ്പെടുത്തിയത്. ആദ്യം ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വിശദമായ ശാസ്ത്രീയ മനോനില പരിശോധിച്ചപ്പോൾ അയാൾക്ക് മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തി. മാത്രവുമല്ല, കുടുംബത്തോടുള്ള പക, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അച്ഛനോടും അമ്മയോടുമുള്ള പകയാണ് കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ കണ്ടെത്തലും വിചാരണഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതേസമയം പ്രതിഭാഗം ഈ വിഷയത്തിൽ ഉയർത്തിയത് ജെൻസൺ രാജയുടെ മനോനിലയിൽ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അരും കൊലയ്ക്ക് എന്തായിരിക്കും കോടതി വിധി പറയുക എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ അറിയാം. നന്ദൻകോട് കൂട്ടക്കൊലയിൽ എന്താണ് കോടതി പറയാൻ പോകുന്ന ശിക്ഷാവിധി എന്നുള്ളത് അല്പസമയത്തിനകം അറിയാം. 4 പേരെയാണ് മഴു കൊണ്ട് തലയ്ക്കടിച്ച് കേതൽ ജെൻസൺ രാജ കൊലപ്പെടുത്തിയത്.